ഹലോ ഗ്യായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ഒരു പുതിയൊരു ഡേ മൈ ലൈഫുമായിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ വ്ലോഗ്, രാവിലെ മുതൽ വൈകുന്നേരമുള്ള വ്ലോഗാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് ചായ അടുപ്പത്തിരിക്കുന്നു, പുട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല നാടനരിയുടെ പുട്ടാണ്. പിന്നെ അതാ പയർ, പിന്നെ നമ്മളെ തൈര് മുളക് മൂപ്പിച്ചതും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് രാവിലത്തേക്ക് തൈരുമുളക് മൂപ്പിച്ചതും പയറും പുട്ടുമാണ് കേട്ടോ. പുട്ട് ചുമന്ന നാടൻ അരിയുടെ പുട്ടാണ്. അപ്പോൾ പുട്ടിന് വേണ്ടിയുള്ള തേങ്ങയൊക്കെയാണ് തിരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടി ലുല്ലുമാളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അവിടുത്തെ പുട്ടിൻ്റെ പൊടിയൊക്കെ നല്ലതാണ്, റേറ്റും കുറവാണ്. അപ്പോൾ അതാ നമ്മൾ നാടനരി പുട്ടിൻ്റേത് എല്ലാം ഒന്ന് സെറ്റാക്കി രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്ന് അപ്പന് ചോറ് കൊടുത്ത് വിടണം. അപ്പോൾ അത് നമ്മൾ അരി അതുകൊണ്ട് രാവിലെ ഇടും, രാവിലെ ഇട്ടേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ അരി ഇടും എങ്കിലും ഇന്ന് ഇപ്പോൾ അപ്പന് ചോറും കൂടെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് നമ്മൾ ഉറക്കം എണീച്ചപ്പോൾ രാവിലെ അരി അങ്ങ് ഇട്ടു. അപ്പോൾ അതാ കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴ കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ കറണ്ട് വന്നും പോയൊക്കെ നിന്നും. അപ്പം കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞതാ. അപ്പൂന് വെണ്ടയ്ക്കയും കൂടെ ഒന്ന് വിഴുക്ക് വരട്ടാം എന്ന് ഞാൻ കരുതി. അപ്പോൾ അപ്പൂന് വെണ്ടയ്ക്ക വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും വിഴുക്ക് വീട്ടിലേക്കെങ്കിലും എടുക്കാമല്ലോ എന്ന് കരുതി വെണ്ടയ്ക്കയും കൂടെ കുറച്ച് വിഴുക്ക് വരട്ടി. അപ്പോൾ അതാ വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ വിഴുക്കിന് ഇങ്ങനെയാണ് കേട്ടോ അരിയുന്നത്. പലയിടത്തും പല രീതിയിലാണ് അരിയുന്നത്. ചിലർ നീളത്തിന് അരിയുന്നവരുണ്ട്. എനിക്ക് വിഴുക്കൊക്കെ ഞാൻ ഇങ്ങനെ അരിയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോൾ തൊട്ട് വിഴുക്കിനൊക്കെ നീളത്തിന് അവർ നീളത്തിന് അരിയുന്നു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ തൊട്ടേ ഞാൻ വട്ടത്തിനാണ് അരിയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദാ വെണ്ടയ്ക്കൊക്കെ ദാ കുറച്ചൊക്കെ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെണ്ടയ്ക്ക വിഴുക്ക് പുരട്ടി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അപ്പൂൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അപ്പൂന് വെണ്ടയ്ക്ക വേണ്ട, ചമ്മന്തിയും ചോറൊക്കെ മതി. അപ്പോൾ ദാ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൂന് കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ അതാ അപ്പൂന് കൊണ്ടുപോകാൻ ചമ്മന്തി അരച്ച് വെച്ചു. ഇനി നമുക്ക് വെണ്ടയ്ക്ക വിഴുക്കും വരട്ടാം. അപ്പോൾ ആദ്യം അവന് വെണ്ടയ്ക്ക വേണമെന്ന് കരുതിയാണ് ഞാൻ വിഴുക്ക് വരട്ടാന്നൊക്കെ കരുതിയിരുന്നത്. അപ്പോൾ വിഴുക്ക് വരട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് വെണ്ടയ്ക്ക വേണ്ട, ചമ്മന്തി മുട്ട പൊരിച്ചതും ചോറൊക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ മുട്ട പൊരിക്കാനായിട്ടൊക്കെ ഉള്ളതൊക്കെല്ലാം ഈ മുട്ട പൊരിക്കുമ്പോൾ കൊച്ചുള്ളി ചേർക്കണത് നല്ലതാണ് കേട്ടോ. കൊച്ചുള്ളി ചേർത്താൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഇനിയിപ്പോൾ അടുപ്പ് കത്തിച്ച് നമുക്കതാ ഇതൊന്ന് വിഴുക്ക് വരട്ടാം കേട്ടോ. അപ്പോൾ വിഴുക്ക് വരട്ടി കഴിഞ്ഞ് മുട്ടയും കൂടെയൊക്കെ പൊരിച്ച് കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇനി എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതാ മുട്ടയൊക്കെ ഏകദേശം കലക്കി ഉപ്പെല്ലാം കലക്കി വെച്ച്. അപ്പോൾ പച്ചക്കറിയൊക്കെ കൂട്ടാൻ മടിയായതുകൊണ്ട് പിന്നെ പറഞ്ഞു വിഴുക്ക് വേണ്ട എന്നൊക്കെ ഉള്ളൊരിതിലാണ് പറഞ്ഞത്. അങ്ങനെ അവൻ വിഴുക്ക് കൊണ്ടുപോയില്ല. എങ്കിലും നമ്മുടെ ആ വിഴുക്ക് കുറച്ച് അവന് വേണ്ടിയാണ് അരിഞ്ഞത്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് വിഴുക്കാക്കി വെക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ അത് ആ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമ്മളിതിൽ കുറച്ച് അല്പം ജീരകം ചേർക്കും, എണ്ണ, കടുക് എല്ലാം കൂടെ ഇട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വിഴുക്കായിട്ട് വരട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വിഴുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പന് ചോറിട്ടു. അപ്പോൾ നല്ല ചൂടോടെ ചോറിട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ വിഴുക്ക് കൂട്ടുന്ന കാര്യത്തിന് മടിയായതുകൊണ്ട് വിഴുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഉള്ള മുട്ട പൊരിച്ച് തരാം, എങ്കിൽ ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ചോറിട്ട് വെച്ചു. അപ്പോൾ അതാ ഈ ഒരു പാനെടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതിൽ മുട്ട പൊരിക്കാമെന്ന് കരുതി അത് ഈ പാനെടുത്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മുട്ടയും പൊരിച്ച്, പിന്നെ നമ്മൾ ലുല്ലുമാളിൽ പോയപ്പോൾ തന്നെ വാങ്ങിച്ച വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അതാ ചമ്മന്തി ഇതാണ് കേട്ടോ. അവന് മാത്രം വേണ്ടി കുറച്ച് ചമ്മന്തി അരച്ചേനെ കേട്ടോ. അപ്പം സ്കൂളുള്ളപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയാണ് കൊടുത്ത് വിടുന്നത്. ഇന്നിപ്പോൾ അവന് ക്ലാസ് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം മുട്ടയും കൂടെ പൊരിച്ച് ചോറും ചമ്മന്തി അച്ചാറും കൂടെ മതി, വിഴുക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ ഇനി ആദ്യമായിട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ വേണം കേട്ടോ. കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക, എല്ലാ ദിവസവും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതാ നമ്മൾ വെളുത്തുള്ളി അച്ചാർ വെച്ച് കേട്ടോ. ലുലുമാളിലെ അച്ചാറുകളെല്ലാം നല്ല അച്ചാറുകളാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വെളുത്തുള്ളി അച്ചാർ വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിതാ ചമ്മന്തിക്കുള്ളതാണ് കേട്ടോ.
ചമ്മന്തിയും കൂടെ നമ്മൾ വെക്കും കേട്ടോ. അപ്പോൾ ചമ്മന്തി അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അതനുസരിച്ച് ചമ്മന്തിക്ക് നമ്മൾ സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ കൊച്ചുള്ളിയും പുളിയും തേങ്ങയും പിന്നെ മുളകും ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഞാൻ മുളക് അങ്ങനെ കാന്താരി എല്ലാം ഉണ്ടെങ്കിൽ അരയ്ക്കും, ഇല്ലെങ്കിൽ മുളക് പൊടി മാത്രമേ ചേർക്കുള്ളൂ. ഇപ്പോൾ ഇത് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതായി കൈ കൊണ്ട് ഇങ്ങനെ അതൊരിതാണ്, നമ്മൾ കൈ കൊണ്ട് ആ ഉരുട്ടി വെക്കുന്ന ആ ഒരു ഇത് നമ്മളെ കല്ലിൻ്റെ ആ ഒരു കല്ലിലരച്ചുണ്ടാക്കുന്ന അതേ കണക്ക് നമുക്കൊരു ഫീലും വരും. അപ്പോൾ അതാ അങ്ങനെ വെച്ചു. അപ്പോൾ മുട്ട ഏകദേശം ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം മുട്ട നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് പൊരിക്കുന്നത് കേട്ടോ. ഈ ഒരു ചട്ടിയിലാണ് കൂടുതലും മുട്ട പൊരിക്കാറുള്ളത്. അപ്പോൾ നമ്മളെ മുട്ട ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഈ കുഞ്ഞുള്ളി അരിഞ്ഞിടുന്നപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങൾ പറക്കി വെക്കാനുണ്ട്, കഴുകാനുണ്ട്. അപ്പം ഡെയിലി എന്നും ചെയ്യുന്ന ഓരോരോ ജോലികളാണ് നിങ്ങളെ കാണിക്കാൻ. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചുള്ളതൊന്നുമില്ല. അപ്പോൾ അതാ മുട്ട തിരിച്ചിട്ടിട്ടുണ്ട്. മുട്ട ഏകദേശം വെന്ത് വരാറായി. അപ്പം നമുക്കിനി അപ്പൂന് നമുക്ക് ചോറും കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പകുതി ജോലി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് മാത്രമേ ചോറ് കൊടുക്കാനായിട്ടുള്ളൂ, ഇന്ന് മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമിൽ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കഴിക്കുന്നത്, ചിലപ്പോൾ ഇവിടെ നിന്നും കഴിക്കും. അപ്പോൾ അതൊക്കെ പിന്നെ ആ സമയമൊക്കെ അപ്പോൾ പറയും. അപ്പോൾ ഇപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ നിന്ന് ചോറ് കൊണ്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ മുട്ട പൊരിച്ചത് നാടൻ മുട്ടയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നാടൻ മുട്ടയാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതും. അപ്പം നാടൻ മുട്ട ആയതുകൊണ്ട് അവർ കഴിക്കും. വെള്ള മുട്ടയേക്കാളും അവർക്ക് നാടൻ മുട്ടയാണ് ഇഷ്ടം. അപ്പോൾ അത് മുട്ടയുടെ കാര്യം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളത് ആ മുട്ടയും കൂടെ വെച്ച് ചോറ് പാത്രം അടച്ച് ചൂടുവെള്ളം കൂടെ കൊടുത്ത് അപ്പൂനെ പറഞ്ഞു വിട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട്. മുട്ട ഞാൻ എന്തായാലും ഇങ്ങനെ തിരിച്ച് മറിച്ച് വിടും കേട്ടോ. എനിക്കതൊരു ഒന്ന് മൂത്ത് വന്നാലേ എനിക്ക് ആ മുട്ട നമുക്കൊരു ഇതുള്ളൂ. അപ്പോൾ മൂക്കണമെന്നുള്ളൊരിതുകൊണ്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ചോറ് പാത്രത്തിൽ ഇങ്ങനെ വെച്ചു. മുട്ട ഒന്ന് ഒതുക്കി ഇങ്ങനെ വെക്കണം കേട്ടോ. ചമ്മന്തിയുടെ നിന്ന് ഒതുക്കി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ പാത്രം ഒന്ന് അടച്ച് അവൻ്റെ കൈ കൊടുക്കണം. അപ്പോൾ വിഴുക്ക് ഞാൻ വിരട്ടിയിട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം അതുകൊണ്ടാണ് ചമ്മന്തി കൂടുതൽ വെച്ചത്. അപ്പോൾ പച്ചക്കറി കൂട്ടാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് ഇത്രയും സെറ്റായി. ഇവിടെയാണെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചെങ്കിലും കൊടുക്കും. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവനെ ഇനി പറഞ്ഞു വിട്ടിട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കണേ കേട്ടോ. അങ്ങനെ ഇപ്പം ഏകദേശം 8-8:30 മണി ആയി കാണും. അപ്പം നമുക്കിനി അപ്പൂനെ വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള അങ്ങോട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അപ്പൂനെയൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മളിതാ മീൻ കണ്ടിക്കാനായിട്ടൊക്കെ പോവേണം കേട്ടോ. അപ്പം മീൻ കണ്ടിക്കാനായിട്ട് ഇന്ന് നമുക്ക് കിട്ടിയ ചാള മീനാണ് കേട്ടോ. ഇപ്പോൾ കുട്ടുവാണ് വീഡിയോ എടുക്കുന്നത്. കുട്ടീനോട് ഞാൻ പറഞ്ഞു ഇന്ന് വീഡിയോ പിടിച്ച് തരൂ, ഡേ മൈ ലൈഫ് നമ്മൾ എന്നും ഇടാമെന്ന് പറഞ്ഞു, ഡെയിലി ഇടാമെന്നുള്ളൊരിതാണ്. അപ്പം ചാള നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനി കറി വയ്ക്കാം, മാങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പം ഞാൻ വെളിയിരുന്നാണ് ഈ ഭാഗത്തിരുന്നാണ് മീൻ എപ്പോഴും കണ്ടിക്കാറുള്ള. അത് കഴിഞ്ഞു. മീൻ കണ്ടിപ്പ് കഴിഞ്ഞ് കയറി വന്നപ്പോൾ ബീട്രൂട്ട് എടുത്ത് തോരൻ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ 2 ബീട്രൂട്ട് കിടന്നു. അപ്പോൾ അത് തോരൻ വയ്ക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റായിട്ടായിരുന്നു. അപ്പോൾ തോരൻ വയ്ക്കാൻ അരിയാൻ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. എങ്കിലും ഞാൻ കട്ടിംഗ് ബോർഡൊക്കെ വെച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞാലേ നമുക്കതൊരിതുള്ളൂ. അപ്പം ചെറിയ രീതിയിൽ ചിലപ്പോൾ എനിക്ക് അത് അരിയുമ്പോൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും. അപ്പോൾ പിന്നെ ഞാൻ മിക്സിയിലിട്ടൊക്കെ ഇവിടെയൊക്കെ അടിച്ചാണ് ഇതാക്കുന്നത്. അപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ. അപ്പം മഴക്കോള് കാരണം രാവിലെ തൊട്ടേ മഴ തന്നെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ജോലികളും കൂടെ കൊണ്ട് കേട്ടോ. ഒന്ന് തൂത്തൊക്കെ വാരണം. അപ്പോൾ ഉച്ചയ്ക്കത്തെ ആഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വെറും ചായക്ക് വേണ്ടി വെള്ളമൊക്കെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ നമുക്കൊന്ന് ക്ലീനിങ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഒന്ന് തൂത്ത് വരാനും കൂടെയൊക്കെ പോയി. അപ്പോൾ കുട്ടി വെറും ചായക്ക് വെള്ളം വെച്ച നേരം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ മഴ പെയ്തുകൊണ്ട് നല്ല കുറച്ച് ചവറുകളൊക്കെ നല്ല കാര്യമായിട്ടുണ്ട്.
അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് റെഡിയാക്കി തൂത്തൊക്കെ വാരി ഇട്ടിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ നമ്മളെ മുറ്റം തൂപ്പൊക്കെ അതാ കഴിഞ്ഞു ഏകദേശം. അത് കഴിഞ്ഞതാ നമ്മൾ വൈകുന്നേരം കട്ടൻ ചായ ഇടാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായക്കെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ കറമ്പിക്കുട്ടി ഇതാ ഇവിടെയൊക്കെ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടൻ ചായ തിളച്ചിട്ട് നമുക്കിനി കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇരിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ കട്ടൻ ചായ ഇതാ ഏകദേശം കട്ടൻ ചായ തിളയ്ക്കാറായി. അപ്പോൾ ഇന്ന് നമുക്ക് കട്ടൻ ചായയിലൂടെ കുറച്ച് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം ഉച്ചക്കത്തെ കുറച്ച് കറികളുണ്ട് കേട്ടോ. ഞാൻ ഉച്ചക്കത്തെ ആഹാരത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തോരനും എല്ലാം നമ്മൾ ഉച്ചക്കത്തേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ പാത്രമൊക്കെ ഒന്ന് ഒഴിച്ചപ്പോൾ വൈകുന്നേരം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അത് അച്ഛന് മാത്രമാണ് കേട്ടോ. അപ്പം ചോറ് ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ അന്ന് വെച്ച ചക്ക നാളത്തേക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അരി ഉഴുന്ന് ആട്ടാനായിട്ടുള്ള പച്ചരിയൊക്കെ വെള്ളത്തിൽ ഇട്ടേക്കണ്. ഇനിയിപ്പോൾ വൈകിട്ട് അതും കൂടെ ആട്ടണം. അപ്പോൾ അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് ജോലികളും കൂടെ ഒക്കെ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, സീ യു.